കാരണം സാക്ഷരത എന്നൊരു മെയിൻ പൊളിറ്റിക്കൽ തീമായിട്ട് എടുത്ത് പ്രവർത്തിച്ച ചില രാജ്യങ്ങളുണ്ടായി. ആ രാജ്യങ്ങൾ ഏറ്റവും കൂടുതലുണ്ടായത് സൗത്ത് അമേരിക്കയിലാണ്. ബ്രസീൽ, ക്യൂബ. ക്യൂബയിൽ കാസ്ട്രോയിൻ്റെ കൂടെ അവിടുത്തെ ക്യൂബൻ വിപ്ലവം നടന്ന അതിൽ ആദ്യത്തെ അജണ്ട എല്ലാവരെയും അച്ഛൻ പഠിപ്പിക്കുക എന്നുള്ളതായിരുന്നു. ബ്രസീലിൽ അതൊരു ക്യാമ്പയിനാക്കി വെച്ചിട്ടാണ് പോലോ ഫ്രൈറെ അതിൻ്റെ പ്രത്യേക ചുമതലക്കാരനാക്കി മാറ്റിയത്. അപ്പോൾ ലിറ്ററസിയുടെ രംഗത്ത് നോർത്തേൺ അമേരിക്കയിലെ മറ്റവരുണ്ടല്ലോ, അമേരിക്കക്കാരേക്കാൾ ലിറ്ററസി ഉള്ളവരാണ് സൗത്ത് അമേരിക്കയിലുള്ളവർ. നമ്മുടെ നാട്ടിൻ്റെ ഒരു സ്വഭാവം ഇതാണ്, ഒരു കാര്യം വിജയിച്ചാൽ അത് ക്ലെയിം ചെയ്യാൻ ധാരാളം ആളുകളുണ്ടാവും. ഞാനാണെന്ന് പറയും അല്ലേ. ഒരു കാര്യം പരാജയപ്പെട്ടാലോ അപ്പോൾ ഗെയിം മാറി, ക്ലെയിം അല്ല ബ്ലെയിമാണ്. അയാളാണ് കുഴപ്പമാക്കിയത് അല്ലേ. അത് സ്വാഭാവികമാണ്, നാച്ചുറൽ ടെൻഡൻസിയാണ്. ഇവിടെ 90-ലാണ് നമ്മൾ ഇവിടുത്തെ സാക്ഷരത പ്രഖ്യാപിക്കുന്നത്, 91-ലാണ് കേരളത്തിൻ്റെ ഇത് വരുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ടാണ് വടക്കേ ഇന്ത്യയിൽ തുടങ്ങുന്നത്. അപ്പോൾ 91 മുതൽ 2001 വരെയുള്ള സെൻസസ് പീരീഡ് ഉണ്ടല്ലോ, ആ 10 ഇയറിലാണ് സാക്ഷരതയിൽ വലിയൊരു ജമ്പ് ഇന്ത്യയിലുണ്ടായത്. അപ്പോൾ കൊല്ലത്ത് 70-കളിൽ തന്നെ നടന്ന വാർഷികത്തിലെ ഒരു ഡിസ്കഷൻ്റെ എലിമെൻ്റ് ഇതായിരുന്നു, കേരളത്തിൻ്റെ വികസനം എങ്ങനെയായിരിക്കണം. അതനുസരിച്ച് ശാസ്ത്രഗതിയിൽ സംവാദങ്ങളൊക്കെ നടത്തി ലേഖനങ്ങളും സാധനങ്ങളൊക്കെ വരും. അത് കഴിഞ്ഞതിന് ശേഷം അത് പിന്നീട് നമ്മളൊരു പുസ്തകമാക്കി കൊണ്ടുപോകും. കുറച്ചുകൂടി സമഗ്രമായി അതിനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് 8ാം പഞ്ചവത്സര പദ്ധതി തുടങ്ങാൻ നേരത്ത് 8ാം പഞ്ചവത്സര പദ്ധതിക്ക് ഒരു ആമുഖം എന്ന് പറഞ്ഞൊരു പുസ്തകം ഉണ്ടാക്കി. അതിനു മുമ്പാണ് ഒരു പക്ഷേ ആ ക്യാമ്പയിൻ പറയേണ്ടത് 1975 തന്നെയാണ് ആ പുസ്തകം വരുന്നത്, കേരളത്തിൻ്റെ സമ്പത്ത് എന്ന് പറഞ്ഞൊരു പുസ്തകം. ഈ ഗ്രാമശാസ്ത്ര സമിതികൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഗ്രാമശാസ്ത്ര സമിതികൾക്ക് പ്രവർത്തിക്കാൻ ഒരു ബേസ് എന്നുള്ള രീതിക്കാണ് കേരളത്തിൽ എന്തൊക്കെയുണ്ട്. നമ്മുടെ ധാതു സമ്പത്ത്, മറ്റേ ജലസമ്പത്ത് അല്ലേ, വനസമ്പത്ത്, ഇങ്ങനെ ഓരോ ഈ സമ്പത്തിനെ അടിസ്ഥാനമാക്കി വേണമല്ലോ നമുക്ക് ഡെവലപ്മെൻറ്റ് സ്ട്രാറ്റജി കൊണ്ടുവരാൻ പ്രാദേശികം. അപ്പോൾ അങ്ങനെ കേരളത്തിന് അത് നമുക്ക് അക്കാഡമിക് ഫ്രട്ടേണിറ്റിയുടെ നല്ല സപ്പോർട്ട് കിട്ടും. കേരള യൂണിവേഴ്സിറ്റിയുടെ എക്കണോമിക്സ് ഡിപ്പാർട്ട്മെൻറ്റ്, പ്ലാനിംഗ് ബോർഡിലെ ആളുകൾ, അവിടെ തിരുവനന്തപുരത്തുള്ളവരായിരുന്നു പ്രമുഖമായിട്ട് വന്നത്. ആ പുസ്തകവും ഈ സാധനമൊക്കെ വരുന്ന കൂട്ടത്തിലാണ് തോമസ് ഐസക് പ്രധാനമായും ഐസക് പരിഷത്തിൻ്റെ ഇതിരിക്കുന്നത്. ഐസക് പരിഷത്തിൻ്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നു, അയാൾ മന്ത്രിയാവേണ്ട കാലം വരെ. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലൊക്കെ തന്നെ ഇതിൻ്റെ തുടർച്ചയായിട്ട് വേറെ വന്നാണ് കേരളം മണ്ണും മനുഷ്യനും എന്നത് ഐസക്കിൻ്റെ പുസ്തകം. ഇതൊക്കെ തന്നെ ഫോക്കസ് ചെയ്യുന്നത് എങ്ങനെയാണ്, നമുക്കെന്തുണ്ട്. അപ്പോൾ നമ്മൾ കണ്ട ഒരു കാര്യം, ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ ഉള്ളത് മനുഷ്യ വിഭവമാണ്, ഹ്യൂമൻ റിസോഴ്സാണ്. ആ ഹ്യൂമൻ റിസോഴ്സ് പുറത്തേക്ക് കയറ്റി വെച്ച് കാശുണ്ടാക്കണോ അതോ ഇവിടെ തന്നെ അത് ഉപയോഗിക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. അതിന് പറ്റുന്ന സ്ട്രാറ്റജി ഉണ്ട്. അങ്ങനെയാണ് നമ്മൾ പിന്നീട് ഏറ്റെടുക്കുന്ന എല്ലാ കാര്യങ്ങളുടെയും ബേസ് അതാണ്. അതിൽ ചിലപ്പോൾ എൻവയൺമെൻറ്റ് പ്രശ്നമായിരിക്കും മുന്നോട്ട് വരിക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആളുകൾ നമ്മളൊരു എൻവയൺമെൻറ്റ് ഗ്രൂപ്പായിട്ട് കാണും. ആ എൻവയൺമെൻറ്റലിസ്റ്റുകൾക്ക് തന്നെ, ശുദ്ധ പരിസ്ഥിതിവാദികൾക്ക് ചിലപ്പോൾ നമ്മളോട് ദേഷ്യം തോന്നുന്നുണ്ട്, ഇവർ അങ്ങനെ സ്ട്രോങ് ആയിട്ട് അങ്ങ് ഒപ്പോസ് ചെയ്തില്ലല്ലോ. വേണ്ട, ഒരു കളിയാക്കി പരിഷത്തിനെ കുറിച്ച് പറയുന്ന വാക്ക് ഇങ്ങനെയായിരുന്നു, വേണ്ടാന്നും പറയില്ല വേണമെന്നും പറയില്ല, വേണ്ടണമെന്നേ പറയുള്ളൂ. നമ്മൾ പല കാര്യങ്ങളും അങ്ങനെയാണ്, വേണ്ട എന്ന് കാറ്റഗോറിക്കലായിട്ട് പറഞ്ഞിട്ടില്ല. നിങ്ങളുണ്ടാക്കിയ ഈ പ്രപ്പോസലിൽ, ഇപ്പോഴത്തെ ഭാഷയിലാണ് DPR അല്ലേ, അതിന് ഇന്ന പരിമിതികളുണ്ട്, ഇന്ന ദൂഷ്യങ്ങളുണ്ട്, ഇന്ന പോരായ്മകളുണ്ട്. ഈ പോരായ്മകൾ പരിഹരിക്കാൻ പറ്റിയാൽ ഇത് ചെയ്യാം. അപ്പോൾ നോക്കുമ്പോൾ ചില പോരായ്മകൾ ഒരിക്കലും പരിഹരിക്കാൻ പറ്റില്ല. അതിനർത്ഥം എന്താ? ചെയ്യാൻ പറ്റില്ല. അതല്ലാണ്ട് ഔട്ട്റൈറ്റായിട്ട് ഒരു പൊളിറ്റിക്കൽ പാർട്ടി ഒപ്പോസ് ചെയ്യുന്ന രീതിയിൽ, കാരണം ഭരണപക്ഷത്തു നിന്നൊരു കാര്യം കൊണ്ടുവന്നാൽ അതിനെ എതിർക്കുക എന്നുള്ളതാണല്ലോ ഓപ്പോസിഷൻ്റെ റോള്. അങ്ങനെയാണ് വെച്ചിട്ടുള്ളത്. ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഘട്ടത്തിലാണ്
വളരെ സജീവമായൊരർത്ഥത്തിൽ ഞങ്ങൾ സാക്ഷരതയിൽ ഇടപെട്ടു. കാരണം ഈ ഒരു ആംഗിളിൽ വേണം സാക്ഷരതയെ കാണാനായിട്ട്. ഞങ്ങൾ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നു, ആളുകൾക്കൊരു സയൻറ്റിഫിക് അവയർനെസ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ കുറേ അധികം പേർക്ക് പുസ്തകം വായിക്കാൻ പറ്റില്ല, പുസ്തകവും വായിക്കാൻ പറ്റില്ല, മാസികകളും വായിക്കാൻ പറ്റില്ല. പിന്നെ ആർക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ പ്രസിദ്ധീകരിക്കുന്നത്? ഈ ലോവർ സ്ട്രാറ്റയിലുള്ള ആളുകൾ ഇതാ കൂടുതൽ അറിയേണ്ടതുണ്ടല്ലോ. അവിടെ ഒരു തടസ്സം നിൽക്കുന്നത്, അത് നമ്മുടെ മാത്രം പ്രശ്നമല്ല, ഇന്ത്യയിൽ മൊത്തം അങ്ങനെയാണ്, ആഗോളതലത്തിൽ അങ്ങനെയെന്ന് ഞാൻ പറയില്ല. കാരണം സാക്ഷരത എന്നൊരു മെയിൻ പൊളിറ്റിക്കൽ തീമായിട്ട് എടുത്ത് പ്രവർത്തിച്ച ചില രാജ്യങ്ങളുണ്ടായിരുന്നു. ആ രാജ്യങ്ങൾ ഏറ്റവും കൂടുതലുണ്ടായത് സൗത്ത് അമേരിക്കയിലാണ്. ബ്രസീൽ, ക്യൂബ. ക്യൂബയിൽ കാസ്ട്രോവിൻ്റെ കൂടെ അവിടുത്തെ ക്യൂബൻ വിപ്ലവം നടന്ന അതിൽ ആദ്യത്തെ അജണ്ട എല്ലാവരെയും അക്ഷരം പഠിപ്പിക്കുക എന്നുള്ളതായിരുന്നു. ബ്രസീലിൽ അതൊരു ക്യാമ്പയിനാക്കി വെച്ചിട്ടാണ് പോലോ ഫ്രൈറെ അതിൻ്റെ പ്രത്യേക ചുമതലക്കാരനാക്കി മാറ്റിയത്. അപ്പോൾ ലിറ്ററസിയുടെ രംഗത്ത് നോർത്തേൺ അമേരിക്കയിലെ മറ്റവരുണ്ടല്ലോ, അമേരിക്കക്കാരേക്കാൾ ലിറ്ററസി ഉള്ളവരാണ് സൗത്ത് അമേരിക്കയിലുള്ളവർ. അമേരിക്ക മൊത്തം എടുത്തു കഴിഞ്ഞാൽ 80% താഴെയുള്ള ലിറ്ററസി. കാരണം കറുത്തവൻ അക്ഷരാഭ്യാസം ഉണ്ടോ ഇല്ലയോ എന്ന് മറ്റൊരു അന്വേഷിക്കാറില്ലല്ലോ. അങ്ങനെ ഒരു താലം അവിടെ കിടക്കുന്നുണ്ട്, മറ്റൊടത്ത് അങ്ങനെയല്ല. അപ്പോൾ ഇതൊരു ജനകീയമായ ക്യാമ്പയിനിലൂടെ മാത്രമേ ഇത് നടക്കൂ എന്നുള്ള അവർ തെളിയിച്ചു. ദാറ്റ് ഹാപ്പൻഡ് ഇൻ സോവിയറ്റ് യൂണിയൻ ഓൾസോ. സോവിയറ്റ് യൂണിയനിലും വളരെ പെട്ടെന്ന് എല്ലാവരും അടിച്ചു കയറ്റിക്കൊണ്ടുവരും. ചൈനയിൽ അങ്ങനെ സംഭവിച്ചു. അപ്പോൾ അത് വേണമെങ്കിൽ ഒരു ഇടതുപക്ഷത്തിൻ്റെ അജണ്ടയാണെന്നും വേണമെങ്കിൽ പറയാം. അപ്പോൾ ആദ്യമുള്ള ലിറ്ററസി ക്യാമ്പയിൻ സർക്കാർ നടത്തുന്നതൊക്കെ നമ്മൾ പലപ്പോഴൊക്കെ ശ്രമിച്ചു നോക്കി, പക്ഷേ അത് തീരെ യേശുന്നില്ല എന്ന് മനസ്സിലാക്കി വിട്ടുപോയി. അങ്ങനെ ഞങ്ങളൊരു പ്രപ്പോസൽ കൊടുത്തു ഗവൺമെൻറ്റിന്. ദേശീയ സാക്ഷരതാ മിഷൻ തുടങ്ങിയപ്പോൾ കേരളത്തിലെ ഒരു ജില്ല, നമ്മൾ ആദ്യം തീരുമാനിച്ചത് ഒരു ജില്ല തുടങ്ങുക മലപ്പുറം ആയിക്കോട്ടെ എന്നായിരുന്നു. കാരണം കേരളത്തിൽ അന്ന് ഏറ്റവും പുറകിൽ നിൽക്കുന്ന മലപ്പുറം ജില്ലയായിരുന്നു. അപ്പോൾ മലപ്പുറം ജില്ലയിൽ നടത്തി കഴിഞ്ഞാൽ പിന്നെ എവിടെയും നടത്താമല്ലോ, ഈ ധൈര്യമായിരുന്നു. അതിനൊരു പ്രത്യേക സംവിധാനമൊക്കെ ഉണ്ടാക്കി ശ്രമിച്ചു, പക്ഷേ നടന്നില്ല. അപ്പോൾ നമ്മൾ തിരിച്ചാലോചിച്ചു, ഒരു സൗകര്യപ്രദമായ ഒരു എൻവയൺമെൻ്റുള്ള സ്ഥലത്താണെങ്കിൽ നടക്കാം, ഒരു ക്യാമ്പയിൻ മൂഡ്. അങ്ങനെയാണ് എറണാകുളം ഏറ്റെടുത്തത്. എറണാകുളം ജില്ലയിലെ സബ്മിറ്റഡ് പ്രപ്പോസൽ. അപ്പോൾ എറണാകുളത്തിൻ്റെ അന്നത്തെ പ്രത്യേകത, അന്ന് എറണാകുളം കളക്ടറായിരുന്ന KR രാജൻ ശാസ്ത്രായുധ പരിഷത്തിൻ്റെ പഴയ വൈസ് പ്രസിഡൻ്റാണ്. അപ്പോൾ ഞങ്ങൾക്കൊക്കെ പേഴ്സണലായിട്ട് വലിയ അടുപ്പുണ്ട്. അപ്പോൾ എനിക്ക് അങ്ങനെയുള്ളൊരു ഫ്രീഡം ഉള്ള ഒരാളായിരുന്നു. ഞാൻ മാരേജ് കോളേജിലാണെന്ന് വർക്ക് ചെയ്യുന്നത്. അതിന് തൊട്ടടുത്താണ് കളക്ടറുടെ ക്യാമ്പ് ഓഫീസ്. അപ്പോൾ എന്ത് വന്നു കഴിഞ്ഞാൽ ഉടനെ എന്നെ അവിടെ ഓടിച്ചെന്ന് ക്ലാസ് എടുക്കാനും മറ്റൊന്നും കാത്തു വെക്കൊന്നും വേണ്ട രാജൻ സാറിൻ്റെ അടുത്ത്. ആ ഫ്രീഡം അതുപോലെ എന്നെപ്പോലെ ധാരാളം ഞങ്ങളുടെ പരിസരത്തിലുള്ള മുതിർന്ന ധാരാളം പ്രവർത്തകർക്കുണ്ട്. അപ്പോൾ രാജൻ അവിടെ ഉണ്ട് എന്നുള്ളത് ഒന്ന്. പിന്നെ എറണാകുളത്ത് വലിയ ഇതില്ല, മറ്റു പല ജില്ലകളോട് താരതമ്യം ചെയ്യുമ്പോൾ എറണാകുളത്ത് ഒരു ഹയർ ലിറ്ററസി റേറ്റ് ഉണ്ട്. അപ്പോൾ ടാർഗറ്റ് ഇത്തിരി ചെറുതാണ്. ഓൾറെഡി അന്നൊരു 75% അടുത്ത് ഇവിടെ ലിറ്ററസി ഉണ്ട്. അപ്പോൾ നമുക്കത് 90% ആക്കണ ഒരു 15% മാത്രം മതിയല്ലോ. അപ്പോൾ മലപ്പുറത്താണെങ്കിൽ അത് ഈ 75 പകരം അത് 50 താഴെയാണ്. അപ്പോൾ ടാസ്ക് വളരെ ബിഗറാണ്. അങ്ങനെയാണ് നമ്മൾ എറണാകുളം ഏറ്റത്. സോ ഇറ്റ് ഈസ് എ പ്രപ്പോസൽ സബ്മിറ്റഡ് ബൈ ശാസ്ത്രസാഹിത്യ പരിഷത്ത് ഫോർ ദി എറണാകുളം പ്രോജക്റ്റ്. അതിനാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എന്ന് ഫണ്ട് ചെയ്ത് നാഷണൽ ലിറ്ററസി മിഷൻ. ആ ഫണ്ടിങ്ങിലും MP-യുടെ റോള് വളരെ പ്രധാനമാണ്. MP-യുടെ വളരെ അടുത്ത സുഹൃത്തായിരുന്നു അന്നത്തെ കേന്ദ്ര സർക്കാരിലെ വിദ്യാഭ്യാസ സെക്രട്ടറി അനിൽ ബോഡിയ. അപ്പോൾ അനിൽ ബോഡിയ ടു പേഴ്സണൽ ഇൻട്രസ്റ്റ്. അനിലൂടെ ഒരു ഹാഫ് എ ഡസൺ ടൈംസ് എങ്കിലും നമ്മുടെ ക്യാമ്പയിൻ ഇടയ്ക്ക് കൊച്ചിയിൽ വന്നിട്ടുണ്ട് കൂടെ നിൽക്കാനായിട്ട്. അപ്പോൾ അനിൽ ബോഡിയ എന്നുള്ള സെക്രട്ടറി വരുമ്പോൾ അതിന് താഴെയുള്ള ജോയിൻറ്റ് സെക്രട്ടറി അങ്ങനെയുള്ള കക്ഷികളും കൂടെ പിടിച്ച് വരുമല്ലോ. സോ ദി എൻറ്റയർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. ലക്ഷ്മിധർ മിശ്രി ഉണ്ടായിരുന്നു, അനിത കൗൾ ഉണ്ടായിരുന്നു, ഇങ്ങനെയുള്ള എല്ലാ ആളുകളും. ഇത് തുടങ്ങാൻ ആലോചിച്ചൊക്കെ തീരുമാനമൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ പരിഷത്ത് 2 പേരെ അതിൻ്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി എന്നതിൻ്റെ ചുമതലക്കാരായിട്ട് വെച്ചു. ഒന്ന് CG ശാന്തകുമാർ എന്ന് പറയും. CG പഴയ പരിഷത്തിൻ്റെ പഴയ പ്രസിഡൻ്റാണ്, ജനറൽ സെക്രട്ടറി ആയിരുന്നു, ഇതൊക്കെയാണ്. രണ്ടാമത്തെ ആൾ PK രവീന്ദ്രനാണ്. അപ്പോൾ ഞങ്ങൾ 2 പേരും സംഘടനയുടെ ചുമതലക്കാരായിട്ട് വെച്ചു. പിന്നെ നമ്മളിതിനെ വൈഡറായിട്ടൊരു സ്ഥാനത്ത് കൊടുത്തത്. കാരണം അന്ന് എറണാകുളം ജില്ലയിൽ ആകെ 2500 താഴെ പരിഷത്ത് ആളുകളേ ഉള്ളൂ, പരിഷത്ത് അംഗങ്ങളേ ഉള്ളൂ. ഈ ക്യാമ്പയിൻ വളരെ വലിയ വലുതാണ്. ഞങ്ങൾ സർവേ ഒക്കെ എടുത്തു കഴിഞ്ഞ ആളുകളുടെ എണ്ണം എടുത്തു കഴിഞ്ഞപ്പോൾ ചുരുങ്ങിയത് ഒരു 15,000 പേരെങ്കിലും ഇൻസ്ട്രക്ടർമാരായിട്ട് വേണം. 15 അല്ല, കൃത്യം പറഞ്ഞാൽ 17,000 എന്നാണ് കണക്ക് നോക്കിയത്.
ഈ 2500 മെമ്പർഷിപ്പുള്ള നമ്മൾ ഇങ്ങനെ വിചാരിച്ചാൽ നടക്കുക. അവിടെയാണ് ക്യാമ്പയിൻ ജനകീയമാക്കുന്ന തരത്തിലൊരു വലിയ സംവിധാനം ഉണ്ടാക്കി. VR കൃഷ്ണയ്യരെ അതിൻ്റെ ചെയർമാനാക്കി. ജനകീയ സംവിധാനത്തിൻ്റെ ഇംപ്ലിമെൻറ്റിങ് സംവിധാനത്തിന് ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ വേറൊരു സംവിധാനം ഉണ്ടാക്കി. പുറകിൽ നിന്ന് പണിയെടുക്കുന്നത് മുഴുവൻ പരിഷത്തുകാരാണ്. പ്രോജക്റ്റ് സ്റ്റാഫായിട്ട് വെച്ച ആളുകളിൽ തന്നെ വളരെ 24 അവർ ഇല്ലെങ്കിൽ ഒരു 18 അവർ ഡേ എങ്കിലും വർക്ക് ചെയ്യാൻ പറ്റുന്ന പരിഷത്തിൻ്റെ കാഡേഴ്സായിട്ടുള്ള ആളുകൾ. പക്ഷെ ബാക്കിയുള്ള സംവിധാനം മൊത്തമായി കഴിഞ്ഞിട്ട് അങ്ങനെ ആ ഒരു കൊല്ലം കൊണ്ട് നമ്മൾ സാധനം അടിച്ച് അന്ന് നമ്മൾ ക്ലോസ് ചെയ്യാൻ നേരത്തെ 95% അടുത്ത് ലിറ്ററസി വന്നിട്ട് അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി VP സിംഗ് വന്നിട്ടാണ് ജില്ലയെ. അപ്പോൾ ഞങ്ങൾക്ക് അന്ന് വേറെ ലക്ഷ്യം ഉണ്ടായത് അവിടെ കൊണ്ട് എറണാകുളം കൊണ്ട് അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടല്ലല്ലോ. പല NGOs ആയത് ഗ്രൂപ്പൊക്കെ ചെയ്യുമ്പോൾ അവർക്കൊരു ലിമിറ്റഡ് എയിമേ ഉള്ളൂ. അത് തീർന്നാൽ തീർന്നു. അപ്പോൾ നമ്മൾ ഇതിനെ കണ്ടത് ഇത് കേരളത്തിലേക്ക് സ്പ്രെഡ് ചെയ്യാനുള്ളൊരു തുടക്കമാണ്. അതുകൊണ്ട് എറണാകുളത്തെ ദർബാർ ഹാളിൽ വെച്ച് നടന്ന ഫംഗ്ഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ VP സിംഗ് വന്ന് എറണാകുളത്തെ സമ്പൂർണ്ണ സാക്ഷര ജില്ലയായിട്ട് പ്രഖ്യാപിക്കുകയും കേരള സാക്ഷരതാ പദ്ധതിയുടെ ഇനോഗ്രേഷൻ അവിടെ വെച്ചു. അത് ഇനോഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ അതിൻ്റെ സിംബോളിക്കായിട്ട് ചെയ്തത് എന്താ, ഇവിടുത്തെ ദീപശിഖ കേരള മുഖ്യമന്ത്രി EK നായനാർക്ക് കൈമാറിക്കൊണ്ടാണ് ഈ ചടങ്ങ് നടന്നത്. അത് ആ ഡേറ്റ് മുതൽക്ക് ഒരു കൊല്ലക്കാലം കേരള സാക്ഷരത എന്ന് പറഞ്ഞ് ബാക്കി 13 ജില്ലയിലും ദാറ്റ് ഈസ് എ ഗവൺമെൻറ് പ്രോഗ്രാം. രണ്ട് നമ്മൾ വ്യത്യാസം മനസ്സിലായി. എറണാകുളത്ത് പരിഷത്തിൻ്റെ പ്രോഗ്രാം, അടുത്തത് 13 ജില്ല സംസ്ഥാനത്തിൻ്റെ ഗവൺമെൻറ്റിൻ്റെ പ്രോഗ്രാമാണ്. പക്ഷേ ഗവൺമെൻറ് പ്രോഗ്രാം വന്നപ്പോഴും അതിൻ്റെ മുന്നിൽ നിൽക്കാനായിട്ട് ഇവിടെ നിന്നും ഒക്കെ പോയ പരിഷത്തിൻ്റെ പ്രവർത്തകർ തന്നെ ഉണ്ടായിരുന്നു നമ്മളുടെ. ഇതിൻ്റെ തുടർച്ചയായിട്ട് നമ്മൾ അഖിലേന്ത്യാ തലത്തിലേക്ക് എങ്ങനെ സ്പ്രെഡ് ചെയ്യുക എന്നുള്ളതായി. ഇവിടെ മാത്രമായിട്ട് കാര്യമില്ലല്ലോ. അഖിലേന്ത്യാ തലത്തിലേക്ക് സ്പ്രെഡ് ചെയ്യാനായിട്ട് ഞങ്ങൾ ആദ്യം ഒന്ന് ഏറ്റെടുക്കേണ്ടി വന്നൊരു കാര്യം, കഥ പറഞ്ഞാൽ വലിയ രസമാണ്. 4 നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കൊന്ന് പ്രവർത്തിച്ചുകൂടെ എന്ന് ഈ പറയുന്ന അനിൽ ബോഡിയ നമ്മളോട് ചോദിക്കുകയാണ്. അത് എറണാകുളത്തുകാരോടാണ് ചോദിക്കുന്നത്. അത് 4 സ്റ്റേറ്റ്സാണെന്ന് പറഞ്ഞ പേര് ബീമാരു സ്റ്റേറ്റ്സ് എന്നാണ്. ബീമാരു എന്ന് പറഞ്ഞാൽ ഹിന്ദിയിൽ എന്താ അർത്ഥം? രോഗം ബാധിച്ചത്. പക്ഷേ ബീമാരു പറഞ്ഞ ബീഹാർ, മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഉത്തർപ്രദേശ്. അത് എഴുതി കഴിഞ്ഞാൽ അങ്ങനെ കിട്ടും അല്ലേ? ഈ 4 സംസ്ഥാനങ്ങളിലും ഇതിന് വേണ്ടിയിട്ടൊരു ക്യാമ്പയിന് തുടക്കമിടാനായിട്ട് നിങ്ങൾക്ക്. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ദാറ്റ് ഇസ് ടു ഹെവി. ഇത്രയും ഏതാണ്ട് ഉത്തർപ്രദേശും ബീഹാറും ഇതൊക്കെ ചേരുമ്പോൾ ഇന്ത്യയുടെ പകുതിയായി. അവിടേക്ക് പോകാൻ മാത്രമുള്ള, അതുപോലെ ഇവിടെ ആരും ഇല്ല, എല്ലാവരും കേരള സാക്ഷരതയിൽ കിടക്കുകയാണ്. എറണാകുളത്ത് മാത്രമുള്ള പ്രവർത്തകരേ ഉള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ ഇവിടെ മൊത്തം നടത്താനായിട്ട് നമുക്ക് 14,000 പേരെ വേണം, 17,000 പേരെ വേണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അന്ന് കിട്ടിയത് 24,000 പേരെ കിട്ടി. 21,000 വോളണ്ടിയേഴ്സ്. ഒറ്റ പൈസ അവർക്ക് ആർക്കൊന്നും കൊടുക്കില്ല. ആൻഡ് ദ ഫണ്ണി തിങ് ഈസ് ആ 21,000-ൻ്റെ മോർ ദാൻ 2/3 പെൺകുട്ടികളായിരുന്നു. അപ്പോൾ ഞാനൊരു ഘട്ടത്തിൽ പറയണ്ടായിരുന്നു, ഇവിടെ നിരക്ഷരർക്ക് ഏറ്റവും കൂടുതൽ സ്ത്രീകളായിരുന്നു. സ്ത്രീകൾക്ക് വേണ്ടി സ്ത്രീകൾ നടത്തുന്ന ഒരു പരിപാടി എന്നുള്ള മട്ടിലേക്ക് വന്നിരുന്നത്. അപ്പം ഒന്നരാക്കി ഒരു കൊല്ലം കൊണ്ടായി. അപ്പോൾ ഇത് കഴിഞ്ഞപ്പോൾ നമ്മൾ 2 സ്റ്റേറ്റ്സ് ഞങ്ങൾ ഏറ്റുവന്നു. അത് ബീഹാറും മധ്യപ്രദേശുമാണ്. ഞങ്ങളതിനെ റീനെയിം ചെയ്ത് ഭീമ പ്രോജക്റ്റ് എന്നാണ്. ബീഹാറിൻ്റെ BI, മധ്യപ്രദേശിൻ്റെ ആണ്. അതെങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള അതിനിടയ്ക്കൊരു അഖിലേന്ത്യാ തലത്തിലുള്ള സംഘടനയും സംവിധാനമൊക്കെ പതുക്കെ വന്നിട്ടുണ്ട്. അവിടെ ഈ ലിറ്ററസിയിൽ ഇടപെടാൻ താല്പര്യമുള്ള ആളുകളെ കണ്ടെത്തി ഐഡൻറ്റിഫൈ ചെയ്ത് അവരെ ഇങ്ങ് എറണാകുളത്തേക്ക് കൊണ്ടുവരിക. ഇവിടെ 2 ആഴ്ച അവർ താമസിക്കുന്ന ഇവിടെയുള്ള സാക്ഷരതാ പ്രവർത്തകരെ വീട്ടിൽ താമസിക്കും. അല്ലാണ്ട് ഹോട്ടലിൽ ലോഡ്ജിലൊന്നും താമസിക്കാൻ പറ്റില്ല. ഗസ്റ്റുകളായിട്ട് ഇവിടെ താമസിച്ച് ഈ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് പരിചയപ്പെട്ട് മൊത്തം ഇതായി കഴിഞ്ഞു. ആ 2 ആഴ്ച കൊണ്ട് കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, അത് വെച്ച് അവിടെ ലീഡേഴ്സ് ആയിക്കോളൂ വരും. ഇത് കഴിഞ്ഞതിന് ശേഷം അടുത്ത പാർട്ട് ഇവരങ്ങ് പോയി കഴിഞ്ഞതിന് ശേഷം അവിടെ സംവിധാനം ഒരുക്കിയിട്ട് ഇവിടെ നിന്ന് കുറേ പേര് അങ്ങോട്ട് പോകും. അപ്പോൾ എൻ്റെ ടാർഗറ്റ് ഇതായിരുന്നു 500 പേര് മധ്യപ്രദേശിലേക്കും 500 പേര് ബീഹാറിലേക്കും, അങ്ങനെ 1000 പേര്. അപ്പോൾ നമ്മൾ അവിടെ സംഘടിപ്പിച്ചത് ശാസ്ത്രായുധ പരിഷത്തിൻ്റെ കലാജാഥയാണ്. ഇതിനിടയ്ക്ക് കലാജാഥയ്ക്ക് അവിടെ നടന്നുകൊണ്ട് ഞാൻ പറഞ്ഞില്ല എന്ന് മാത്രമേ ഉള്ളൂ. കലാജാഥ അവിടെ ഹിന്ദിയിൽ വേണ്ട പരിപാടി അവതരിപ്പിക്കാൻ. അപ്പോൾ നമ്മളിവിടെ 100 കലാ ടീമിനെ ഉണ്ടാക്കുന്നു. അവർ ചെണ്ടയും ബ്യൂഗിളും ഒക്കെ ആയിട്ട്, ചെണ്ട തന്നെയാണ് 108 ചെണ്ടയൊന്നും ഉണ്ടാക്കിയെടുക്കാൻ പറ്റ പാട് എനിക്കിപ്പോഴും ആലോചിക്കാനൊക്കെ ഉള്ളൂ. പറയുമ്പോൾ എളുപ്പമാണ് ചെണ്ട അവിടെ, പക്ഷേ 108 ചെണ്ട എന്നൊക്കെ പറഞ്ഞാൽ എവിടെ കിട്ടാനുള്ളത്? അങ്ങനെ കേരളം മുഴുവൻ തെണ്ടി തിരിഞ്ഞിട്ടാണ് ഏറ്റവും കൂടുതൽ തൃശ്ശൂർ ഭാഗത്തു നിന്നാണ് കിട്ടിയത്. ചേർപ്പ് അവിടെയൊക്കെയാണ് കൂടുതൽ ഉള്ളത്, പിന്നെ പാലക്കാട്. അപ്പോൾ ഇവിടുന്ന് ടീമിനെ നമ്മൾ അയക്കുന്നു. മധ്യപ്രദേശിലേക്ക് 500 പേര്,
ബീഹാറിലേക്ക് 500 പേര്. അത് ഒരു സ്റ്റാഗേർഡായിട്ട് എല്ലാവരും കൂടി ഒന്നിച്ചു പോലല്ല, അങ്ങനെ പോയി. ആ സാക്ഷരത വളണ്ടിയേഴ്സ് ഇത് കഴിഞ്ഞിട്ടാണ് അവിടെ പതുക്കെ ബില്ല് ചെയ്ത് വരുന്നത്. കാര്യമായിട്ടൊന്നും അപ്പോൾ പെട്ടെന്ന് ചാടി തിരിഞ്ഞെന്ന് വെച്ചു. പക്ഷേ അവിടെ 40% ഉണ്ടായത് തന്നെ ഒരു കൊല്ലം കഴിഞ്ഞ് അവർ സാക്ഷരത വർക്കൊക്കെ കഴിഞ്ഞപ്പോൾ അത് പഠിച്ചു കഴിഞ്ഞാൽ വളരെ ക്ലിയറായിട്ട് വരും. 91-ലാണ് ഇവിടെ, 90-ലാണ് നമ്മൾ ഇവിടുത്തെ സാക്ഷരത പ്രഖ്യാപിക്കുന്നത്. 91-ലാണ് കേരളത്തിൻ്റെ ഇത് വരുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ടാണ് വടക്കേ ഇന്ത്യയിൽ തുടങ്ങുന്നത്. അപ്പോൾ 91 മുതൽ 2001 വരെയുള്ള സെൻസസ് പീരീഡ് ഉണ്ടല്ലോ, ആ 10 ഇയറിലാണ് സാക്ഷരതയിൽ വലിയൊരു ജമ്പ് ഇന്ത്യയിലുണ്ടായത്. മറ്റു കാലത്ത് വ്യത്യാസം വന്നിട്ടുണ്ട്. 5%, 6% ഒക്കെ വർദ്ധിച്ചുകൊണ്ടിരുന്നത് ഈ പീരീഡിൽ 15-20% മാറിയത്. അത് ഈ ക്യാമ്പയിൻ. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ സാക്ഷരതയെ കണ്ടത് ആ തലത്തിൽ. ഞങ്ങൾ ഇവിടെ ചെയ്യുന്നൊരു ചെറിയ പ്രവർത്തനമായിട്ടല്ല. ഇപ്പോൾ കോട്ടയം പട്ടണം സാക്ഷരമാക്കുന്നതിന് അൽഫോൺസ് കണ്ണന്താനം പ്രവർത്തിച്ചിട്ടുണ്ട്, ഇല്ല എന്ന് പറയില്ല. ബട്ട് ദാറ്റ് വാസ് ലിമിറ്റഡ് ടു ദ കോട്ടയം മുനിസിപ്പൽ ഏരിയ. നമ്മളുടെ കാഴ്ചപ്പാട് കുറച്ചുകൂടി വൈഡറായിരുന്നു, ഇന്ത്യയെ മൊത്തം എടുക്കുന്ന രീതിക്ക്. അതിനൊരു തുടക്കമിടാൻ കഴിഞ്ഞു എന്നുള്ളത് നമുക്ക് വലിയ സന്തോഷമുള്ള കാര്യമാണ്. ഇവിടെ ചെയ്ത വെറിയ അധ്വാനത്തിൻ്റെ ഫലമായിട്ട്. അത് കഴിഞ്ഞപ്പോൾ പിന്നെ എല്ലാ കാര്യങ്ങളിലും ഭയങ്കര തർക്കമൊക്കെ ആയിരുന്നു. ഇവിടെയുള്ള ഇതുകളും മനോരമ എന്തൊക്കെ നമ്മളെക്കുറിച്ച് പറഞ്ഞു എന്നറിയാമോ? ഫണ്ട് വെട്ടിച്ചു, അത് ഇതെന്നൊക്കെ പറഞ്ഞു. 80 ലക്ഷം റുപ്യാണ് കേരളത്തിൻ്റെ ഗവൺമെൻറ് എന്നെല്ലാം തന്നത്. ഞങ്ങൾ ചിലവാക്കിയിട്ട് ബാക്കി ഇത്തിരി കാലം കാശ് വന്നു. 74 ലക്ഷം റുപ്യ ബാക്കി വന്നു. അത് തിരിച്ചു കൊടുക്കാനായിട്ട് എഴുതി കഴിഞ്ഞപ്പോൾ അവർക്ക് ആകെ ആശങ്ക. കാരണം ഇങ്ങനെ ആരും ഇതുവരെ തിരിച്ചു കൊടുത്തിട്ടില്ല. ഒരു പ്രോജക്റ്റിന് അലോട്ട് ചെയ്ത ഫണ്ട് ചിലവാകാതെ ബാക്കി വന്നത് തിരിച്ചു തരാമെന്ന് പറഞ്ഞ്. പക്ഷെ എന്നാലും നമ്മൾ അവസാനം ഒരു ഹെഡൊക്കെ തന്നത് തിരിച്ചു കൊടുത്തു. പക്ഷെ ചിലവായത് അത് മാത്രമല്ല, ഓരോ കേന്ദ്രവും നടത്തിക്കൊണ്ട് പ്രാദേശികമായി ഉണ്ടാക്കിയ സംഘാടന സമിതികളില്ല, അവരാ ചെയ്തുകൊണ്ടിരുന്നത്. എല്ലാ പ്രദേശവും ഇലക്ട്രിഫൈഡ് അല്ല, മണ്ണെണ്ണ വിളക്ക് വേണം, ഇലക്ട്രിക് ലാമ്പ് വേണം. ഇതൊക്കെ തന്നെ അവിടെയുള്ള ഇന്നത്തെ പോലെ പഞ്ചായത്തുകളൊന്നും ശക്തമല്ലാന്ന്. അപ്പോൾ ഇതൊക്കെ ലോക്കലായിട്ടുണ്ടാക്കി. ലോക്കലായിട്ടുള്ള കോൺട്രിബ്യൂഷനൊക്കെ നോക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ കം ടു ക്രോഴ്സ്. ചുരുങ്ങിയത് 5-6 കോടിയെങ്കിലും മൊത്തം ചിലവായിട്ടുണ്ട്. അത് ഇത്ര കാശേ വരുന്നുള്ളൂ. പക്ഷെ ഗവൺമെൻറ്റിൻ്റെ നല്ല പിന്തുണയുണ്ടായിരുന്നു, സ്റ്റേറ്റ് ഗവൺമെൻറ് ഏത് കാര്യത്തിനും ഉദ്യോഗസ്ഥരെയൊക്കെ ഉപയോഗിക്കാനായിട്ട്. ആ സംഭവം വെച്ചിട്ടാണ് നല്ലത്. ഇത് ഒരു ക്യാമ്പയിൻ്റെ മോഡ് ഞാൻ പറയാം. ഇത് കഴിഞ്ഞ് അടുത്ത ലെവലിലേക്ക് നമ്മൾ വന്നതാണ് പ്രാദേശിക വികസനവുമായി ബന്ധപ്പെട്ട്. എറണാകുളം സാക്ഷരതയിൽ ഞാൻ പറഞ്ഞില്ലേ, മനോരമക്കാരൻ അവസാനം എഴുതിയ ഒരു കാർട്ടൂൺ വരെ വരച്ചു അവർ. അങ്ങനെ 100% ലിറ്ററസി ആയി കഴിഞ്ഞപ്പോൾ നമുക്കൊരു അവാർഡൊക്കെ കിട്ടി. UN-ൻ്റെ ഒരു കിങ് സജോങ് അവാർഡ് എന്നാണ്. അപ്പോൾ അന്ന് സ്വാഭാവികമായിട്ട് ഈ പ്രോജക്റ്റിൻ്റെ മുഴുവൻ ഇവിടുത്തെ നടത്തിപ്പുകാരായിരുന്നു ഞങ്ങൾ രണ്ടുപേരിൽ. CG ശാന്തകുമാർ ആയിരുന്നു ലീഡർ. അപ്പോൾ CG-നെയാണ് പറഞ്ഞയച്ചത് അവാർഡ് സ്വീകരിക്കാനായിട്ട്. ജനീവയിൽ പോയി അവാർഡൊക്കെ സ്വീകരിച്ചു വന്നു. അപ്പോൾ ഉടനെ മനോരമക്കാരന് തോന്നി അത് CG ശാന്തകുമാർ അല്ല പോകേണ്ടിയിരുന്നത്, ജില്ലാ കളക്ടർ KR രാജനെയാണ് അയക്കേണ്ടിയിരുന്നത്. അതുകൊണ്ട് അവർ വരച്ച കാർട്ടൂൺ എങ്ങനെയാണ്, 100% എന്നൊരു സ്ലേറ്റൊക്കെയാണെന്ന് പ്രധാനം. ആ സ്ലേറ്റിൽ 100%. അതിങ്ങനെ രാജൻ കയ്യിൽ വെച്ചുകൊണ്ട് നിൽക്കുന്ന നേരത്ത് പരിഷത്ത് വന്ന് കൊത്തിക്കൊണ്ടുവന്നു, പരിഷത്ത് കാക്ക. ഇങ്ങനെ ഒരു കാർട്ടൂണുണ്ട്. എൻ്റെ അടുത്തിപ്പോൾ സാധനങ്ങളൊക്കെ അതുപോലെ സാധനം കിടപ്പുണ്ട്. ഇത് തുടങ്ങി ബാക്കി MP പൈലികളിൽ ഇങ്ങനെ സ്ഥിരമായിട്ട്. അന്ന് ബാലമോഹൻ തമ്പി എന്ന് പറഞ്ഞത് കേരളത്തിലെ VC ആയിരുന്ന ഒരാളുണ്ടായിരുന്നു. കേരള യൂണിവേഴ്സിറ്റി VC ഒക്കെ ആയിരുന്നു, പ്രമുഖനായ പ്രൊഫസറാണ്. അപ്പോൾ തമ്പി സാർ എനിക്ക് ഇവിടെ വന്നപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇവിടെ നമ്മുടെ നാട്ടിൻ്റെ ഒരു സ്വഭാവം ഇതാണ്, ഒരു കാര്യം വിജയിച്ചാൽ അത് ക്ലെയിം ചെയ്യാൻ ധാരാളം ആളുകളുണ്ടാവും. ഞാനാണെന്ന് പറയും ഇല്ലേ. ഒരു കാര്യം പരാജയപ്പെട്ടാലോ, അപ്പോൾ ഗെയിം മാറി, ക്ലെയിം അല്ല ബ്ലെയിമാണ്. അയാളാണ് കുഴപ്പമാക്കിയത് അല്ലേ. അത് സ്വാഭാവികമാണ്, നാച്ചുറൽ ടെൻഡൻസിയാണ്. ഇവിടെ ഇപ്പോൾ ക്ലെയിം ചെയ്യുകയാണ്. അത് തന്നെ ഇതിനർത്ഥം ഇത് വിജയിച്ചു എന്നുള്ളതാണ്. ആരാണ് ക്ലെയിമൻറ്റ്? അപ്പം അന്ന് ഇവിടെ ഇരുന്ന് എൻ്റെ പ്രധാന ജോലി എന്ന് പറഞ്ഞാൽ ഇത് വെച്ച് പരാതി കൊടുക്കുക, പരാതിക്കെതിരെ വിജിലൻസുകാർ അന്വേഷിക്കാൻ വരിക, CAG-യുടെ പ്രത്യേക ഓഡിറ്റ് ടീം വരിക, ഇവർക്ക് മറുപടി എഴുതി കൊടുക്കുക എന്നുള്ളതായിരുന്നു 1.5 കൊല്ലക്കാലത്ത് പിന്നുള്ള പണി. വേറെ ആരോട് പറയാനതൊക്കെ? അതൊന്നും മാധ്യമത്തിന് ആർക്കും താല്പര്യമുള്ള കാര്യമല്ലല്ലോ. അതങ്ങനെ അതിൻ്റെ വഴിക്ക് പോയി. ഇങ്ങനെ വന്നിട്ടാണ് നമ്മൾ ഈ മൊത്തം എടുത്തു കഴിഞ്ഞാൽ ഇതിന് സപ്പോർട്ട് ചെയ്യാവുന്ന രീതിക്കാണ് ബാക്കി എല്ലാ ആക്ടിവിറ്റീസും വരുന്നത്. നമ്മൾ അന്ന് തന്നെ പറഞ്ഞിരുന്നു, അധികാരം ജനങ്ങൾക്ക് എന്നുള്ളതാണ് മുദ്രാവാക്യം, അധികാരം ജനപ്രതിനിധികൾക്കെന്നല്ല. ഇപ്പം അങ്ങനെയാണല്ലോ മാറി വന്നിട്ടുള്ളത്. അപ്പോൾ ഗാന്ധിയൻ കൺസെപ്റ്റും എങ്ങനെയാണ് ഡീസെൻട്രലൈസ് ചെയ്ത്
അപ്പോൾ അധികാര വികേന്ദ്രീകരണം എങ്ങനെയാകാം എന്നുള്ളതിനെക്കുറിച്ച് പല മോഡലുകളും ഉണ്ടാവാം. അപ്പം അതിനുവേണ്ടി നമ്മളിങ്ങനെ പല ക്യാമ്പയിനുകളൊക്കെ നടത്തിക്കൊണ്ടിരുന്നിരുന്നു. ജാഥ നടത്തി, മറ്റൊരു ചെയ്തു, മറിച്ചൊക്കെ ചെയ്തതിന് ശേഷം കല്യാശ്ശേരി പഞ്ചായത്തിൽ ഒരു പ്രത്യേക പ്രോജക്റ്റ് ചെയ്തു. അത് CDS, സെൻറ്റർ ഫോർ ഡെവലപ്മെൻറ്റ് സ്റ്റഡീസിൽ തിരുവനന്തപുരം, CDSലെ സയൻറ്റിസ്റ്റുകൾ എന്ന് പറയുമ്പോൾ സോഷ്യൽ സയൻറ്റിസ്റ്റുകളാണ് അവിടെയുള്ള നല്ല പങ്കും, സോഷ്യൽ സയൻസ് അല്ലേ അവിടെ. അതുപോലെ തന്നെ നേരത്തെ യൂണിവേഴ്സിറ്റിയിലെയും മറ്റൊക്കെയുള്ള ഇവരുടെയൊക്കെ സഹായത്തോടുകൂടി ഒരു എന്താ പറയുക, ഈ എക്സ്പേർട്ടുകൾ ഇൻറ്റൻസീവായിട്ട് ഒരു പ്രദേശത്തെ ഒരു പഞ്ചായത്തിൽ നമുക്ക് ഇതുപോലെ അന്വേഷിച്ചാൽ 3-4 ആളെ കിട്ടിയെന്ന് വരാം. പക്ഷെ കേരളത്തിലുള്ള പ്രധാനികളായ ധാരാളം ആളുകൾ, തോമസ് ഐസക്ക്, കണ്ണൻ, ഇങ്ങനെയുള്ള എല്ലാവരും അവിടെ വന്ന് കൺവേർജ് ചെയ്യുന്ന രീതിക്ക് അവിടെ ഒരു മോഡൽ ബിൽഡ് ചെയ്ത് കൊണ്ടുവന്നു. അത് മൊത്തം ആക്സെപ്റ്റ് ചെയ്യപ്പെട്ടു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ആലോചിച്ച് അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ തുടർച്ചയായിട്ട് നമുക്ക് കേരളത്തിൽ കുറച്ച് പഞ്ചായത്തുകൾ സെലക്ട് ചെയ്ത് അവിടെ ഒരു പരിപാടി നടത്തിക്കൊണ്ട് പോയിക്കൂടെ? അതിനാരെങ്കിലും ഫണ്ട് ചെയ്യണ്ടേ? കാശ് വേണ്ടേ? അതങ്ങനെ നിൽക്കുന്ന പീരീഡിലാണ് സെൻറ്റർ ഫോർ ഡെവലപ്മെൻറ്റ് സ്റ്റഡീസിന് ഒരു പ്രോജക്റ്റ് വന്നത്. KRPLD എന്ന് അവർ പറഞ്ഞു, കേരള റിസർച്ച് പ്രോഗ്രാം ഓൺ ലോക്കൽ ലെവൽ ഡെവലപ്മെൻറ്റ്. അതിൽ നമ്മുടെ ഈ പ്രപ്പോസൽ അവരെടുത്തു. ആദ്യം ഞങ്ങൾ 22 പഞ്ചായത്തിൽ ചെയ്യാൻ ഉദ്ദേശിച്ചത്. പക്ഷേ 22 പഞ്ചായത്തിൽ ചെയ്യാൻ മാത്രമുള്ള ഫണ്ട് തരാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ അത് അവസാനം 5 പഞ്ചായത്തിലേക്ക് ചുരുങ്ങി. സോ വി ഡിഡ് ഇറ്റ് ഇൻ 5 പഞ്ചായത്ത്. കണ്ണൂരിൽ മയ്യിൽ പഞ്ചായത്ത്, പിന്നെ വരുമ്പോൾ കോഴിക്കോട് ജില്ലയിൽ ഒഞ്ചിയം പഞ്ചായത്ത്, തൃശ്ശൂരിൽ മാടക്കത്ര പഞ്ചായത്ത്, കോട്ടയത്ത് കുമരകം പഞ്ചായത്ത്, പിന്നെ ഇവിടെ പത്തനംതിട്ട ജില്ലയിൽ മെഴുവേലി പഞ്ചായത്ത്. ഇങ്ങനെയാണ് നമ്മൾ 5 പഞ്ചായത്ത്. അവിടെ ഒരു എന്താ പറയുക, കല്യാശ്ശേരിയിൽ നിന്ന് കിട്ടിയ അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ എങ്ങനെയാണ് ജനകീയ പങ്കാളിത്തത്തോടൊരു മോഡൽ ബിൽഡ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുക എന്നുള്ള ശ്രമമാണ്. ഞങ്ങളതിനന്ന് പേര് വിളിച്ചിരുന്നത് ജനകീയ ആസൂത്രണ പരിപാടി എന്നാണ്. പക്ഷെ അതങ്ങോട്ട് മുന്നോട്ട് പോയി 95 ഏതാണ്ടൊക്കെ ആയിക്കഴിഞ്ഞ് നല്ല സ്പീഡിൽ അങ്ങ് എത്തി തീരാറായ സമയത്ത് 96 പുതിയ സർക്കാർ കേന്ദ്രത്തിൽ സംസ്ഥാനത്ത് ഭരണമേറ്റു. അവർ ജനകീയാസൂത്രണം തുടങ്ങി. അപ്പോൾ ഇത് കൂടി ഡ്യൂപ്ലിക്കേഷൻ ആവും ഈ പഞ്ചായത്തിലടക്കം. ഇപ്പോൾ നാച്ചുറലി നമ്മുടെ ഈ പ്രോഗ്രാം അതിൻ്റെ യഥാർത്ഥ ഫൈനലായിട്ട് എല്ലാ റിപ്പോർട്ടൊക്കെ ഉണ്ടാക്കലോ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാവുന്ന ഡാറ്റ അതൊക്കെ നമുക്ക് കിട്ടി. ഇതങ്ങ് പതുക്കെ മറ്റേതിനകത്തേക്ക് മെർജ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കാതിരിക്കാൻ പേരിലൊരു വ്യത്യാസം വരുത്തിയവർ അതിന് ജനകീയാസൂത്രണ പദ്ധതി എന്ന് പറഞ്ഞു, മറ്റ് ജനകീയാസൂത്രണ പരിപാടിയായിരുന്നു. വൺ ഇസ് പ്രോഗ്രാം ആൻഡ് ദ അതർ ഇസ് പ്ലാൻ. അതിന് അക്കാഡമിക് സർക്കിൾസിൽ അത് തർക്കം നിൽക്കുമല്ലോ. ഇത് കേരള സമൂഹത്തിൽ ആർക്കും അറിയാത്തൊരു കാര്യമാണ്. ഇപ്പോൾ ജനകീയാസൂത്രണം എന്നുള്ള ഈ വാക്കും അതിൻ്റെ ഇത് വന്നിട്ടാണ് പിന്നെ ഇപ്പോഴത്തെ ജനകീയാസൂത്രണ രീതിയും സാധനമൊക്കെ വന്നത്. അതിനർത്ഥം ഇപ്പോൾ ജനകീയാസൂത്രമായിട്ട് നടക്കുന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ചും പൂർണ്ണമായും നടക്കുന്ന കാര്യങ്ങളോട് പരിഷത്തിന് യോജിപ്പുണ്ടെന്നല്ല. പരിഷത്തിന് വിയോജിപ്പുണ്ട്. PK രവീന്ദ്രൻ എന്ന എനിക്ക് തന്നെ പേഴ്സണലായിട്ട് ധാരാളം കാര്യങ്ങളിൽ വിയോജിപ്പുണ്ട്. ഞാനിത് തുടങ്ങിയ കാലം മുതലേ തന്നെ എൻ്റെ മുൻനിരയിൽ നിന്ന് പ്രവർത്തിച്ച ഒരാളാണ് ഞാൻ. അന്ന് പ്ലാനിംഗ് ബോർഡ് ഉണ്ടാക്കിയ ഒരു എക്സ്പേർട്ട് കമ്മിറ്റി ഉണ്ടായിരുന്നു ഇതിനു വേണ്ടിയിട്ട്, 6 പേരുടെ. അതിനകത്തൊരാളായിരുന്നു ഞാൻ. കോളേജിൽ നിന്ന് ഡെപ്യൂട്ടേഷൻ എടുത്ത് ആദ്യം വർക്കിംഗ് അറേഞ്ച്മെൻറ്റിലായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞ് ഞാൻ പ്രിൻസിപ്പലായി കഴിഞ്ഞപ്പോൾ വർക്കിംഗ് അറേഞ്ച്മെൻറ്റ് പറ്റില്ല. ലെക്ചറായിട്ട് പ്രൊഫസറൊക്കെ ആയിട്ടിരിക്കുമ്പോൾ എൻ്റെ പണി വേറൊരാളെടുത്താൽ മതി എന്ന് തീരുമാനിക്കാമല്ലോ. പ്രിൻസിപ്പലാകുമ്പോൾ അത് പറ്റില്ലല്ലോ. അപ്പോൾ പിന്നെ ഡെപ്യൂട്ടേഷനിൽ പോയി. അങ്ങനെ വർക്ക് ചെയ്ത് അത്രയ്ക്ക് വർക്ക് ചെയ്തവരാണ് നമ്മൾ. എന്നെ പോലെ തന്നെ എത്രയോ പേരുണ്ട്. അതിൻ്റെ പല രീതിയിലും അത് എന്താ പറയുക, അതിൻ്റെ അന്തസ്സത്ത് ഉൾക്കൊള്ളാത്ത ആളുകൾ ഭരണസമിതിയിലും മറ്റൊക്കെ വന്നതിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു റൂട്ടീൻ അഫെയറായിട്ട് മാറിപ്പോയി. ചടങ്ങ് എന്നുള്ള രീതി പറയില്ലേ, ആ രീതിക്ക് കുറേ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ അത് കറക്റ്റ് ചെയ്യപ്പെടണം, അതിനെക്കുറിച്ച് തർക്കമൊന്നുമില്ല. അത് കറക്റ്റ് ചെയ്യാനുള്ളൊരു ഏർപ്പാട് ഞങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പരിഷത്തിൻ്റെ ഈ വർഷത്തെ പ്രധാന ക്യാമ്പയിൻ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് വികസന ക്യാമ്പയിൻ എന്ന് പറഞ്ഞു തന്നെ. ഈ ഇലക്ഷൻ കഴിഞ്ഞ് അടുത്ത ഭരണസമിതി വരുമല്ലോ, അപ്പോൾ അവർക്ക് വേണ്ടി ഒരു ജനകീയ മാനിഫെസ്റ്റോ ആ പഞ്ചായത്തിന് വേണ്ടി ഉണ്ടാക്കുക. എല്ലാ പഞ്ചായത്തിലും പറ്റില്ല. 150 പഞ്ചായത്തുകളാണ് ഇപ്പോൾ അതിന് തയ്യാറായി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 150 എന്നുള്ളത് 50 ആയാലും എനിക്ക് സന്തോഷമാണ്. 50 ഇടത്തെങ്കിലും നടന്നാൽ 100 പഞ്ചായത്തിലെങ്കിലും ഇത് ഉണ്ടാവും എന്നാണ് വിചാരിക്കുന്നത്. സോ വി ആർ കണ്ടിന്യൂയിങ് ദാറ്റ് ക്യാമ്പയിൻ. അപ്പോൾ നമ്മൾ ഫീൽഡിലുണ്ട് എപ്പോഴും സജീവമായിട്ട്. പക്ഷേ മീഡിയ അറ്റൻഷൻ കിട്ടുന്നില്ല എന്നുള്ളത്. മീഡിയ അറ്റൻഷൻ കിട്ടും എപ്പോഴും നമുക്കൊരു അബദ്ധം പറ്റിയാൽ.
നമ്മളും CPM-കാരുമായിട്ട് തെറ്റിയാൽ അങ്ങനെ വരാമല്ലോ. ഈ തെറ്റലൊക്കെ ധാരാളം ഉണ്ടായിട്ടുണ്ട്. ഏറ്റവും നല്ല അനുഭവം ഉണ്ടായത് മറ്റേ 18-ലെയും 19-ലെയൊക്കെ പ്രളയ സമയത്തല്ലേ ഇല്ലേ? അത് കഴിഞ്ഞ് കോവിഡ് സമയത്ത് ലോക്കൽ ബോഡീസ് ഇതുപോലെ ഇടപെട്ടില്ലായിരുന്നിടത്ത് ഇവിടുത്തെ അവസ്ഥ എന്തായിരുന്നേ? വില്ലേജ് ഓഫീസർ വരട്ടെ മറ്റൊരു പറ്റുന്ന വയലിലും ഉണ്ടാവില്ല, ഇത് കഴിഞ്ഞ് അവിടെ കിടക്കും സാധനം. അപ്പം ആ റോളിലേക്ക് സമൂഹത്തെ മാറ്റിക്കൊണ്ടുവരുന്നതിൽ അല്ലേ ഒരു ചെറിയ റോളുണ്ടായിട്ടുണ്ട്. ഒരു ചെറിയ പങ്ക് പരിഷത്ത് അവകാശപ്പെടുന്നുണ്ട് ഈ ഒരു സോഷ്യൽ ട്രാൻസ്ഫോർമേഷനിൽ. അത് കംപ്ലീറ്റ് ആണെന്നുള്ള അവകാശമൊന്നും നമുക്കില്ല.